എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വാളിലൊക്കെ വരുന്ന വീഡിയോസ്, പോഡ്കാസ്റ്റുകളൊക്കെ അതിൻ്റെ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എൻ്റെ ഉള്ളിലെ കാഴ്ചക്കാരനത് തൃപ്തിപ്പെടുത്തുക. അതിൽ വരുന്ന കണ്ടൻറ്റുകൾ എന്നെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് കൺസേൺ. ഞാനിങ്ങനെ പൊന്നാനി മൗനത്തിലൊക്കെ ഇങ്ങനെ പോയിരിക്കുമായിരുന്നു. അവിടെ വരുന്ന ആളുകളെ കാണാനും സംസാരിക്കാനൊക്കെ ഞാൻ 1-2 തവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഞാനിങ്ങനെ പോയി അവിടെ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ, അയാൾ റിച്ച് ഫാമിലിയിൽ നിന്ന് അയാൾ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ അയാളുടെ നാട്ടുകാരും ഫാമിലിയൊക്കെ അയാളോട് ഒരുപാട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ നീ ഫാമിലിയിലില്ല, നിനക്ക് ഈ പണവും കുടുംബത്തിൻ്റെ വ്രതാങ്ങളൊന്നും നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കതൊന്നും വേണ്ട, എനിക്ക് അള്ളാഹിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ പൊന്നാനി മൗനത്തിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന മനുഷ്യരെ ഞാൻ എപ്പോഴും ഇങ്ങനെ തേടി നടക്കുകയും അവരുടെ കഥകളൊക്കെ അറിയാനും ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. അത് എന്തോ നമ്മുടെ ഈമാനിനെ ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നത് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധമാണ് ഞാനും ഫെബിനുമായിട്ടുണ്ടാവുന്നതും ഫെബിനെ ഞാൻ ഏറെ കാലമായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ ഇന്നർ ചൈൽഡിനെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ കാഴ്ചക്കാരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചക്കാരനും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നതൊക്കെ ആ ഒരൊറ്റ കാര്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്.